ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SITക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഡിസംബർ 5-ന് ശേഷം SIT ഗുരുതര ആലസ്യത്തിലാണെന്നാണ് വിമർശനം. കേസിൽ അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കോടതി അനുമതി നൽകി. വിമർശനത്തിന് പിന്നാലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും തട്ടിയെടുത്ത സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും അറസ്റ്റിലായി. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികളായ N. വാസു, മുരാരി ബാബു, KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഡിസംബർ 5-ന് ശേഷം അന്വേഷണത്തിൽ SITക്ക് ഗുരുതര ആലസ്യമുണ്ടായെന്നാണ് കോടതിയുടെ വിമർശനം. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കരദാസ്, N. വിജയകുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു. ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് ആശ്ചര്യകരമാണെന്നും വിവേചനമില്ലാതെ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജസ്റ്റിസ് A. ബദറുദ്ദീൻ നിർദ്ദേശിച്ചു. N. വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തും. ഈയിടയ്ക്ക് കേസിന്റെ മുഴുവൻ രേഖകളും കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. സമാന്തര അന്വേഷണം വേണ്ടെന്ന SITയുടെ വാദം തള്ളിയാണ് കോടതിയുടെ നടപടി. സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് കൂടി നടന്നിട്ടുണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ. രേഖകൾ എത്രയും വേഗം കൈപ്പറ്റി കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കൊച്ചി.